CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ജോഷുവ സൊറ്റീരിയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്ന അൽവാരോ വാസ്കസ് എന്ന സൂപ്പർ താരത്തെ കുറിച്ചുമുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ സംബന്ധിച്ചോളം ഉള്ളതാണ്. നമുക്കറിയാം ഈ ഒരു ISLന്റെ 10ാം സീസണിലേക്ക് വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ആദ്യം തന്നെ സൈനിങ് പൂർത്തിയാക്കിയ ഒരു താരമായിരുന്നു ജോഷുവ സൊറ്റീരിയോ എന്ന ഓസ്ട്രേലിയൻ താരം. ആദ്യം സൈൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ഒരു താരത്തിന് ഇതുവരെ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ജേഴ്സിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. ഒരു പരിശീലനത്തിനിടെ താരത്തിന് ഒരു പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കൊണ്ട് താരത്തിന് ഈ ഒരു ISL സീസൺ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആ ഒരു സീസൺ ഔട്ട് ആവുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ള ISL ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത മാസത്തോടു കൂടി ജോഷുവ സൊറ്റീരിയോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ എത്തും എന്നതാണ്. ഏതായാലും ISL ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ജോഷുവ സൊറ്റീരിയോ എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരം അടുത്ത മാസം അഥവാ ഏപ്രിൽ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് മടങ്ങി എത്തും എന്നതാണ്. പക്ഷേ താരം മടങ്ങി എത്തും എന്നുണ്ടെങ്കിലും ഈ ഒരു ISLന്റെ 10ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി താരം കളിക്കില്ല എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുനരധിവാസവും മറ്റു മെഡിക്കൽ പരിശോധനകളും നടത്തുക എന്നതാണ് താരത്തിന്റെ സന്ദർശനത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം ജോഷുവക്ക് പകരക്കാരനായിക്കൊണ്ടാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ സക്കായ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി സക്കായ് ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സക്കായ് പോയതിനു ശേഷം അടുത്ത സീസണിലാവും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ജോഷുവ സൊറ്റീരിയോ അരങ്ങേറ്റം കുറിക്കുക. ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ താരമായ അൽവാരോ വാസ്കസിനെ കുറിച്ചാണ്. ഏതായാലും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു അൽവാരോ വാസ്കസ് എന്ന സൂപ്പർ താരം. അൽവാരോ വാസ്കസിന്റെയും പെരേര ഡേസിന്റെയും അഡ്രിയാ ലൂണയുടെയും ഒരു കോമ്പിനേഷൻ വളരെ മികച്ച രീതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ടിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൽവാരോ വാസ്കസ് വീണ്ടും ISLലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ഏതായാലും ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്. അൽവാരോ വാസ്കസ് എന്ന മുൻ ISL സൂപ്പർ താരത്തിന് നിലവിൽ ISLലെ തന്നെ ഒരു വമ്പൻ ക്ലബിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ട് എന്നാണ് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്കറിയാം മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ടും FC ഗോവയ്ക്ക് വേണ്ടിയിട്ടും അൽവാരോ വാസ്കസ് പന്ത് തട്ടിയിട്ടുണ്ട്. പക്ഷെ ബ്ലാസ്റ്റേഴ്സിലുള്ള അത്ര ഫോമൊന്നും FC ഗോവയിൽ താരത്തിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ISLൽ നിന്നുമുള്ള ഏത് ക്ലബ്ബാണ് താരത്തിന് ഓഫർ നൽകിയത് എന്നൊന്നും തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നില്ല. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.